നിർത്തിയാണ്. പണ്ടൊരാള് മുൻഗാമികളിൽപ്പെട്ട ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, 500 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തൊരു സാലിഹായ മനുഷ്യൻ. ഇൽമു കുറച്ച് കുറവുണ്ട് എന്നാ തോന്നുന്നു. ഏതായാലും സാലിഹായ മനുഷ്യനാണ്. 500 കൊല്ലം ഇബാദത്തല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവസാനം മരിക്കാൻ സമയത്ത് ഇയാൾ അള്ളാഹുവിനോട് ദ്വാരക്കാൻ, റബ്ബേ ഇത്രയൊക്കെ തരാൻ ചെയ്യാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്ന്, എന്റെ അന്ത്യാഭിലാഷം എന്നുള്ള നിലക്ക് നിനക്ക് സുജൂദ് ചെയ്യുന്ന സമയത്ത് നീ എന്റെ റൂഹ് പിടിക്കണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കി. മരിക്കണ സമയത്ത് ഇയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, സുജൂദ് പോകുമ്പോൾ സുജൂദിലാണ് മരിച്ചു. മരണം വരെ ഇബാദത്തിൽ മുഴുകി, മരണവും ഇബാദത്തിൽ സുജൂദിലാണ് മരിച്ചു. 500 കൊല്ലം ഇബാദത്ത് ചെയ്തിരുന്നു. നാളെ പരലോകത്തെത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓരോരുത്തരും ഇങ്ങനെ കണക്ക് വിളിക്കുകയാണല്ലോ ചെയ്യുക. വിളിക്കുന്ന സമയത്ത് ഇയാളെ കണക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിന്റെ ഫളില് ഔദാര്യം കൊണ്ട് അയാളെ സ്വർഗത്ത് പോയിക്കോട്ടെ, നിന്റെ ഔദാര്യം കൊണ്ട് അയാൾ സ്വർഗത്ത് പോയിക്കോട്ടെ, വിചാരണക്കൊന്നും എടുക്കേണ്ട, സാധു പാവല്ലേ, പോയിക്കോട്ടെ. അപ്പൊ ഇയാൾക്കൊരു ഇസ്കാലി, നമ്മളെ തങ്ങൾ പറയാം, ഇയാൾക്കൊരു ഇസ്കാലി. എന്താ ഇസ്കാലി? പടച്ചോനെ എന്തോ എനിക്കൊന്ന് ചോദിക്കണം. എന്തോട് ചോദിച്ചോ? അല്ല, ഞാൻ 500 കൊല്ലം ജീവിച്ചിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഈ 500 കൊല്ലം നിനക്ക് ഇബാദത്തല്ലേ ചെയ്ത്? അതെ. മരിക്കുമ്പോ സുജൂദിലല്ലേ ഞാൻ മരിച്ചത്? അതേടോ. എന്നിട്ട് പഠിച്ചോനെ അതിനൊക്കെ കൂലിയിട്ടൂല, അതുകൊണ്ടാണ് പോയിക്കൂടെ എനിക്ക് സ്വർഗത്തിൽ. ഇപ്പൊ എന്താ എന്റെ ഭാഗ്യമായിട്ട് എന്ന് പറഞ്ഞ ഒരു വയലിച്ചണ്ടല്ലോ പൈന്. ഇതൊക്കെ മെനക്കെട്ടിട്ട് ഭാഗ്യമായിട്ട് പോകണമെന്ന് വെച്ചാല് അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, നന്നായിക്കോട്ടെ. എന്നാലും നമ്മള് നീതി നമ്മടെ ഉള്ളു, പക്ഷെ ഇപ്പൊ നമ്മളെന്റെ ഔദാര്യാണെന്ന് വെച്ചാൽ ആ മക്കളെ ഒന്ന് കണക്ക് നോക്കിയാണ് ഞാൻ കണക്ക് നോക്കാൻ തുടങ്ങി. തൂക്കണുള്ളത് 500 കൊല്ലത്തെ വലിയ മലപോലത്തെ കെട്ടുണ്ട്. ഈ കെട്ടൊക്കെ പാടെ സ്വലാത്ത് പാലത്തുമ്പോൾ ഈ ഇതില് വെച്ചതില് മീസാൻ എന്ന തുലാസിൽ എല്ലാം കനുണ്ട്. അള്ളാഹു തആല 2 കണ്ണ് കൊടുത്ത നിഅമത്ത് ഇങ്ങനെ തൊട്ടിലും വെച്ച് ആ എടുക്കണ്. കണ്ണിന്റെ തട്ടും കെട്ട് താന്നിട്ട് മറ്റേ പൊന്തിയാണ് പോയി. ബാക്കിയൊക്കെ ഇഞ്ഞ് കട. വെറും ഈ 2 കണ്ണാവുന്ന നിഅമത്തിന് പോലും 500 കൊല്ലത്തെ ഇബാദത്ത് ചെയ്തിട്ട് ശുക്ർ പൂർത്തിയായിട്ടില്ല. ബാക്കി മുഴുവൻ നിഅമത്തുകളുടെയും ശുക്ർ ഇനി ഏത് ലോകത്തുനിന്ന് ആര് ചെയ്യും? പഠിച്ചോൻ പറഞ്ഞു, ബാക്കി ഒരു നിയമത്തിനും ശുക്ർ ചെയ്തിട്ടില്ല, കണ്ണിന് നിയമത്തിനും ശുക്ർ ചെയ്ത് പൂർത്തിയായിട്ടില്ല. ഇപ്പൊ നീതി കൊണ്ടിട്ട് ഞാൻ അവൻ നരകത്തിലേക്ക് വിടാൻ തീരുമാനിക്കുകയാണ്. നീതി അതാണ്. 50,000 പറ്റുള്ള പീടികയിൽ 5,000 കൊണ്ട് കൊടുത്തിട്ട് പറയാൻ, ഞാൻ തന്ന കായ്ക്ക് എനിക്കൊരു ചായം കടിയും കിട്ടൂലേ. പറ്റ് ഏത് കുറ്റിപ്പിരിവുണ്ടാവുമല്ലോ, ഒരു കല്യാണം പറ്റിയാണ് കുറ്റിപ്പിരിവ്. എന്താ ഓനെ കാട്ടണ്ടേ? 50,000 പറ്റുള്ളോനെ 5,000 കൊണ്ടേ കൊടുത്ത്, എന്നിട്ട് ഓൻ കോളർ പിടിച്ചിട്ട് പറയാം, ഞാൻ ഈ 5,000 കൊണ്ടുവന്ന അതിനൊരു ചായം കടിയും കിട്ടൂലേ. ഈ കുറ്റിപ്പിരിവിന്റെ സമയത്ത് ഒരു ചായം കടിയും കൊടുക്കല്. അയാളെ വക കിട്ടിയെങ്കിൽ കിട്ടി എന്നല്ലാതെ ചങ്ങായി ബാക്കി 45,000 വെച്ച് കടക്കാരനാ ബാക്കി. പിന്നെ എനിക്കൊരു കാൽ ചായയും കടിയും കൂടി ഓന്റെ വക തന്നെങ്കിൽ കിട്ടൂ. ഇതാണ് നമ്മൾക്ക് അവസ്ഥ. അപ്പൊ ഇബാദത്തിന് കൂലില്ലാഞ്ഞിട്ടല്ല, ചെയ്യുന്ന സൽക്രമങ്ങൾക്ക് പ്രതിഫലമില്ലാത്തത് കൊണ്ടല്ല, അതിലേറെ നമ്മൾ ഇവിടെ അല്ലാഹുവിന്റെ നിഅമത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. ഈ ഉപയോഗിച്ചു കഴിഞ്ഞതായിരിക്കുന്ന നിഅമത്തിന് പിന്നെ അവിടെ കൂലിയുണ്ട്. പിന്നെ ഒറ്റ വഴി അല്ലാഹുവിന്റെ ഔദാര്യം. ഈ ഔദാര്യം പ്രതീക്ഷിക്കാനുള്ള ഒറ്റൊരു വഴി മുഅ്മിനീങ്ങളാവുന്ന അല്ലാഹുവിന്റെ അടിയാറുകളോട് ചെയ്യുന്ന കാരുണ്യമാവുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ. അല്ലാഹുവിന്റെ അടിയാറുകളോട് നിങ്ങൾ റഹ്മത്ത് ചെയ്താൽ അല്ലാഹു തമ്പുരാൻ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അർ-റഹ്മാൻ യർഹമുഹും അർ-റാഹിമൂൻ യർഹമുഹുർ റഹ്മാൻ. പരസ്പരം കാരുണ്യം അനുവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്കാ കിട്ടുക. അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ രക്ഷപ്പെടാനുള്ള വഴി നമ്മളെപ്പോലത്തെ മുഅ്മിനീങ്ങളായ ആളുകൾ മരണപ്പെട്ടു പോയി, ആയിരക്കണക്കിന് ആളുകൾ ഖബറിൽ കിടക്കുകയാണ്. പടച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അവരുടെ പരലോകം നീ സന്തോഷത്തിലാക്കണേ പടച്ചോനെ, അവരെ അദാബ് ഉണ്ടെങ്കിൽ ഉയർത്തിക്കളയണേ റബ്ബേ, അവരുടെ ഖബർ സ്വർഗത്തോപ്പ എന്നൊക്കെ ഇങ്ങനെ ദ്വാരക്കാൻ. എന്താണ്? മുഅ്മിനീങ്ങളായ ആളുകളോടുള്ള അനുകമ്പയും കാരുണ്യവും. ഈ അനുകമ്പയും കാരുണ്യവും അവരോട് നാം കാണിക്കുമ്പോൾ ലോകരക്ഷിതാവാവുന്ന റബ്ബ് നമ്മോട് അനുകമ്പയും കാരുണ്യവും കാണിക്കാൻ ഇടവരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാ. നമ്മളെ തടിക്ക് വേണ്ടിയിട്ടാ, മറ്റോൾക്ക് വേണ്ടിയിട്ടല്ല. ഓൽക്ക് കാര്യം കിട്ടുക വേറെ വിഷയം, പക്ഷെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. വലിയൊരു ലോകമാണ്. ആ ഭാഗം പറഞ്ഞാൽ തീരൂല. ഞാൻ ഇവിടെ നിർത്തുകയാണ്.
ഒരുപാട് ഒരുപാട് നീണ്ടു കിടക്കുന്ന ഒരു വലിയ ലോകമാണ് പ്രിയപ്പെട്ടവരെ ഖബർ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു തആല അത് സുഖപ്രദമാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഒരു 2 മിനിറ്റ് സമയം. ഇപ്പൊ സാധാരണ അങ്ങനെ ബാധിതറിഞ്ഞ് പോകല, സുഖമില്ല. സാധാരണ അങ്ങനെ എല്ലാം ഉണ്ടാവും. കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. 1-2 സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് സമയം. ഈന്തുമുടിന്റെ ഭാഗമാണ്. ആദനബിന്റെ മകനാണല്ലോ ആദ്യം മരിച്ചുപോയത്, കൊന്നവന്. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ 1ാമത്തെ ഊത്തിൽ മരിച്ചു പോണ ഓരോ ടീമുണ്ട്. അതുപാട് എങ്ങനെ ശരിയൊക്കുവന്നോ? ആയിക്കോട്ടെ, അതിന് പ്രശ്നമില്ല. ഈ മുഅ്മിനീങ്ങളാണെങ്കിൽ പറഞ്ഞ ഒരു നല്ല ചോദ്യമാണത്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ഖബർ കിടന്നിട്ട് നരകശിക്ഷ അനുഭവിക്കുന്ന ഒരു ഭാഗം, സ്വർഗീയ സുഖം അനുഭവിക്കുന്ന ഒരു ഭാഗം. ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ 2ാമത്തെ ഊത്തിൽ എല്ലാവരും പുനർജീവിച്ചു. അപ്പൊ പിന്നെ ഈ അവസാനം പോകുന്നവരും ആദ്യം തോന്നുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖബറിൽ വെച്ച് ചെയ്ത ഈ അദാബും ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളുമൊക്കെ നാളെ പരലോകത്ത് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 വട്ടം അല്ലാഹു തആല മുഅ്മിനീങ്ങളെ ശിക്ഷിക്കുന്നതല്ല. അപ്പൊ ഖബറിലെ ശിക്ഷ കൊണ്ടും ഖബറിലുള്ള കഷ്ടപ്പാട് കൊണ്ടും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ഇടവരും. അതാണ് നബി തങ്ങൾ വലിയ തെറ്റ് ചെയ്തവരെ പറ്റിയിട്ട് പറഞ്ഞ് ഹത്താ യറാ സബീലഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. ഖബറിൽ അദാബിനെ പറ്റി പറഞ്ഞതിന് ശേഷം പറയാണ് അവന്റെ വിധി അല്ലാഹു തആല വരുത്തുമ്പോൾ ചിലപ്പോൾ അയാൾ സ്വർഗ്ഗത്തേക്ക് വിടും, ചിലപ്പോൾ നരകത്തേക്ക് വിടും. അപ്പോ മുമ്പ് കുറെ അനുഭവിച്ചവർ മുഅ്മിനീങ്ങളാണെങ്കിൽ കുറെ തെറ്റൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഖബറുള്ളത് കൊണ്ടിട്ട് രക്ഷപ്പെട്ട് കിട്ടും. അതൊന്നും ഇല്ലാത്തവർക്ക് എന്തുണ്ടാവും? മുഴുവൻ ഫുള്ള് കണക്ക് തീർത്ത് അവിടെ നിന്ന് കിട്ടും. അതാണ് വലിയ ബുദ്ധിമുട്ട്. ഏത് മരണത്തിന്റെ അവിടെ നമ്മൾ പറഞ്ഞില്ല, അതന്നെ അവന്റെ ഉത്തരം. അന്ന് നിങ്ങളില്ല. അതാണ് മരണത്തിന്റെ സമയത്ത് വളരെ വിഷമങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ച മുഅ്മിനീങ്ങളുണ്ട്, ഒന്നുമില്ലാതെ കൂളായിട്ട് മരിച്ചുപോയ കാഫിര്യങ്ങളുണ്ട്. ഇല്ലേ? മരണം തന്നെ അറിയാത്ത എത്ര ആളുണ്ട്? വർക്കത്തിലാണ് മരിച്ചുപോയ മരണം തന്നെ അറിയുന്നില്ല, മരിച്ചോണ്ട് പോവാണ്. അപ്പൊ അതുകൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മരണസമയത്ത് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതിനനുസരിച്ച് മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. സ്വാലിഹീങ്ങളാണെങ്കിൽ അവരുടെ ദറജകൾ ഉയർത്തപ്പെടും. അതൊന്നും ഇല്ലാത്തവനുണ്ടാവില്ല. അപ്പൊ അല്ലാഹു തആല ഒരാളോട് വെറുപ്പുള്ളവനാണ്, അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ മരണം പരമാവധി എളുപ്പമാക്കി കൊടുക്കും. കാരണം അതും കൂടി പരലോകത്തെ ശിക്ഷിക്കാൻ. അതാണ് അതിന്റെ കണക്ക്. ഒരു മുഅ്മിനായ മനുഷ്യൻ കുറെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അല്ലാഹു തആല ആദരിച്ച ആളാണ്, എന്നാൽ പരലോകത്ത് അവനെ ശിക്ഷിക്കൂല. അല്ലാഹു തആല മരണം വളരെ പ്രയാസകരമാക്കും. ഈ പ്രയാസം കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ പുറത്തിട്ട് അല്ലാഹു തആല ഇനി തെറ്റൊന്നുമില്ല, പക്ഷെ വലിയ പദവി അല്ലാഹു കണക്കാക്കിയ ആളാണ്. ഈ പദവി കണക്കാക്കിയ ആള് അതിനകത്തൊന്നും അമല് ചെയ്തിട്ടില്ല, എന്നാൽ ഈ മരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടും വിഷമങ്ങളും കൊടുത്തിട്ട് അതിനൊക്കെ ഈ ദർജ ഉയർത്തിക്കൊടുക്കും. എന്നതുപോലെ ഖബറിലെ ശിക്ഷയും. പരലോകമായിട്ടില്ലല്ലോ, അത് ബർസഖാണല്ലോ, പരീക്ഷണത്തിന്റെ ലോകമാണ് ബർസഖ്. അപ്പൊ അതുകൊണ്ട് അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആഖിറത്ത് രക്ഷയ്ക്ക് കാരണമാകും. 2ാമത്തെ ഊത്തൂതി ആളുകളൊക്കെ ജീവൻ വെച്ചെഴുന്നേറ്റ അവിടെ ഉണ്ട് നമ്മള്. ഹലോ, അവിടെയുള്ളത് ഇപ്പോഴാണ് പരലോകത്തെത്തിയത്. അതുവരെ പരലോകമല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, 3 ലോകമാണ്. 1 ദുനിയാവ്, 2 ആഖിറം. അത് 2ന്റെയും ഇടയ്ക്കുള്ള ബർസഖ്. ആ ബർസഖാണ് മരണം മുതൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 2ാമത്തെ ഊത്ത് വരെയുള്ള കാലഘട്ടം. 2ാമത്തെ ഊത്തായാൽ ബർസഖിയായ ലോകം അവസാനിച്ചു. യഥാർത്ഥ ജീവിതം അവിടെയാണ്. അതിനു മുമ്പുള്ള ജീവിതമൊന്നും ശരിക്ക് യഥാർത്ഥത്തിൽ ജീവിതമില്ല അല്ല എന്ന് പറയാം. ജീവിതത്തിന് വേണ്ട ഒരു പരിശീലനം, അതിന്റെ ഒരു പരിശീലന കളരിയാണ് ദുനിയാവ്. അതിന്റെ ഒരു പരിശോധനാ മേഖലയാണ് ബർസഖ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടാണ് യഥാർത്ഥ ജീവിതം. ഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പരലോകമാണ് ലഹിയൽ ഹയവാൻ.
ഹയവാൻ എന്ന് പറഞ്ഞത് ഹയാത്തിന്റെ മുബാലഗത്ത് ചെയ്തതാ, അല്ലാതെ നാക്കാലി എന്നുള്ള അർത്ഥത്തിനുള്ള ഹയവാനല്ല. അതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിന് ഇനി പിന്നെ മരണം എന്നൊന്നില്ല. എന്തിനേയും നേരിടാനുള്ള പക്വമായ ഒരു ജീവിതമാണ് പിന്നെ. ഈ ദുനിയാവിലൊന്നും അതിന് കഴിയില്ല. നരകത്തിലൊക്കെ ഒരു സെക്കൻഡ് നരകത്തിക്ക് വേണ്ട, നരകത്തിന്റെ ഒരു ആവി ഏൽക്കാൻ ഈ ദുനിയാവിലെ ജീവിതത്തിന് കഴിയില്ല. മഹ്ശറ അനുഭവിക്കാൻ ഈ ലോകത്തിലെ ജീവിതത്തിന് കഴിയില്ല. അപ്പൊ അത് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതമാണ്. അതൊരു നീണ്ട കടമ്പയാണ്. ഒന്നല്ല, രണ്ടല്ല, പല ഘട്ടങ്ങൾ കടന്നു വേണം ഇനി ശാശ്വത ഭവനമാവുന്ന രണ്ടാലൊരു കേന്ദ്രത്തിൽ എത്തിപ്പെടാൻ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോകത്തേക്കുള്ള യാത്രാവേളയിൽ ഉള്ള വിശ്രമ കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിശ്രമ കേന്ദ്രമാണ് ഖബർ. അതൊരു ഉപമാവാക്കാണ്. അതായത് സാധാരണ പഴയ കാലത്ത് കാഫില കെട്ടി ഒട്ടകപ്പുറത്തും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു പകല് മുഴുവനായി യാത്ര ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരമാവുമ്പം യാത്ര ഇറങ്ങി വാഹനങ്ങളൊക്കെ നിർത്തി ചരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഇറക്കി ഒന്ന് വിശ്രമിക്കുന്നു. ഇതിന് പറയാം മൻസിലാണ്. അത് യാത്രകളിൽ ദീർഘത്തിനനുസരിച്ച് മൻസിലുകൾ ഏറിയും കുറഞ്ഞു നിൽക്കും. ഇതിന് തന്നെയാണ് മർഹല എന്നും പറയാം. പണ്ട് മർഹല ദൂരം എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? സാധാരണ ഈ മർഹല എന്ന് പറഞ്ഞാലും ഈ മർഹലയിൽ ഇറങ്ങുന്ന സ്ഥലത്തിന് മൻസില എന്നും പറയും. അപ്പൊ ഇങ്ങനെ പരലോക യാത്ര നീണ്ടൊരു യാത്രയാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ മൻസിലയാണ്, അഥവാ ദുനിയാവിലെ ഈ ഓട്ടം തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഓട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു താൽക്കാലിക വിശ്രമ കേന്ദ്രമാണ് ഖബർ. ഫമൻ നജാ മിൻഹു, ആ കേന്ദ്രം വിശ്രമ കേന്ദ്രത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫമാ ബഅദഹു ഐസർ മിൻ, അതിന്റെ ശേഷം ഒരുപാട് മൻസിലകളുണ്ട്. ആ മൻസിലയൊക്കെ കൂടുതൽ സുഖപ്രദമായിരിക്കും. അതേസമയത്ത് ഈ ഒന്നാം മൻസിലയാവുന്ന ഖബറിൽ നിന്ന് വിജയം നേടി രക്ഷപ്പെടാൻ സാധിച്ചില്ല എങ്കിലോ എന്നാ പിന്നെ ഫമാ ബഅദഹു അശഖ്ഖു മിൻഹു, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ മൻസിലയും കൂടുതൽ കൂടുതൽ പ്രയാസം നിറഞ്ഞതായി മാറും. അപ്പൊ ഈ നീണ്ട യാത്രയും ഈ യാത്രയിൽ വിവിധ മൻസിലുകളും കടന്നു പോകാനുള്ള ഒരു ലോകമാണത്. അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ചയ്ക്ക് എനിക്കതിനുള്ള അറിവുമില്ല, അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സൗകര്യവും നമുക്കില്ല.